നമസ്കാരം, STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. പാലക്കാട്ടെ ജനങ്ങളെയും കേരളത്തിലെ സ്ത്രീ സമൂഹത്തെയും വഞ്ചിച്ച കോൺഗ്രസ് സമൂഹത്തോട് മാപ്പ് പറയണമെന്ന് BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ. അതിജീവിതയെ വടകര ഫ്ളാറ്റിലേക്ക് വിളിച്ചു വരുത്തി പീഡനമുണ്ടാക്കിയതിനു പിന്നിൽ വടകര MP-ക്ക് പങ്കുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നും പ്രശാന്ത് ശിവൻ. രാഹുൽ വിഷയത്തിൽ എത്തിക്സ് കമ്മിറ്റിയുടെ നിലപാട് വ്യക്തമാക്കണമെന്നും BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ്. സ്ത്രീ ശാക്തീകരണത്തിന്റെ കരുത്ത് തെളിയിച്ച് 13ാമത് ദേശീയ സരസ് മേളയ്ക്ക് ഉജ്ജ്വല സമാപനം. 10 ദിനരാത്രങ്ങളായി നടന്ന സരസ് മേളയ്ക്ക് ഒഴുകിയെത്തിയത് 10,000-ങ്ങൾ. മേളയിൽ ഫുഡ് കോർട്ട് വഴിയും ഉൽപ്പന്ന വിപണനം വഴിയും ലഭിച്ചത് 9,60,00,000 രൂപ. സരസ് മേളയെ വൻ വിജയമാക്കിയത് തൃത്താലയിലെ ജനങ്ങളെന്ന് മന്ത്രി MP രാജേഷ്. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. വിജയികൾക്കുള്ള സ്വർണ്ണക്കപ്പിന് തൃശൂർ ജില്ലയിൽ ആവേശോജ്വലമായ വരവേൽപ്പ്. 25 വേദികളിലായി ആയിരക്കണക്കിന് പ്രതിഭകൾ മാറ്റുരയ്ക്കും. കലോത്സവത്തിന്റെ കലവറ നിറയ്ക്കൽ പൂർത്തീകരിച്ചു. വിഭവസമൃദ്ധമായ സദ്യ വിളമ്പാൻ ഇക്കുറിയും പഴയിടം തന്നെ. സ്ഥിതിഗതികൾ വിലയിരുത്തി മന്ത്രി K രാജൻ. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷന് സമീപം ട്രെയിനിൽ നിന്ന് വീണ് ആന്ധ്രാപ്രദേശ് സ്വദേശിനി മരിച്ചു. കോട്ടായിൽ പുളി പറിക്കാൻ കയറിയ ആൾ മരത്തിൽ നിന്ന് വീണ് ചികിത്സയിലിരിക്കെ മരണപ്പെട്ടു. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷന് സമീപം ട്രെയിനിൽ നിന്നും വീണ യുവാവിന് ഗുരുതര പരിക്ക്. മുള്ളൂർക്കരയിൽ ട്രാവലറും കാറും കൂട്ടിയിടിച്ച് ഇലക്ട്രിക് പോസ്റ്റ് തകർന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വാഹനപൂജ കഴിഞ്ഞ കാർ നിയന്ത്രണം വിട്ടിടിച്ച് നടപ്പുരയുടെ ഗേറ്റ് തകർന്നു. തൃശൂർ ചാവക്കാട് കടപ്പുറം അഞ്ചങ്ങാടിയിൽ ബസ് തടഞ്ഞ് കണ്ടക്ടർക്കും ഡ്രൈവർക്കും യുവാക്കളുടെ മർദ്ദനം. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. ചാവക്കാട് എടക്കഴിയൂർ നേർച്ചയ്ക്കിടയിൽ യുവാക്കൾ തമ്മിൽ കയ്യാങ്കളി. പോലീസ് ലാത്തിചാർജിൽ നിരവധി പേർക്ക് പരിക്ക്. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. പാലക്കാട് ജനങ്ങളെയും കേരളത്തിലെ സ്ത്രീ സമൂഹത്തെയും വഞ്ചിച്ച കോൺഗ്രസ് സമൂഹത്തോട് മാപ്പ് പറയണമെന്ന് BJP പാലക്കാട് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ. അതിജീവിതയെ വടകര ഫ്ളാറ്റിലേക്ക് വിളിച്ചു വരുത്തിയാണ് പീഡനമുണ്ടായതെന്നും വടകര MP-ക്ക് ഇതിൽ പങ്കുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നും പ്രശാന്ത് ശിവൻ. നിയമസഭാ എത്തിക്സ് കമ്മിറ്റിക്ക് എന്ത് തീരുമാനമെടുക്കുമെന്ന് വ്യക്തമാക്കണമെന്നും പ്രശാന്ത് ശിവൻ ആവശ്യപ്പെട്ടു. രാഹുലിന് ആരാണ് സംരക്ഷണമൊരുക്കുന്നതെന്നും അതിജീവിതമാരെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ എന്നും അന്വേഷിക്കണമെന്നും പ്രശാന്ത് ശിവൻ ആവശ്യപ്പെട്ടു. രാഹുലിനെതിരെ യൂത്ത് കോൺഗ്രസിൽ നിന്നും തന്നെ വനിതാ നേതാവ് സമാന ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അന്ന് രാഹുലിനെതിരെ നടപടിയെടുക്കുന്നതിന് പകരം സംരക്ഷണം നൽകി. ആരാണ് സംരക്ഷിച്ചതെന്ന് കോൺഗ്രസ് വ്യക്തമാക്കണം. വടകരയിലെ ഫ്ളാറ്റിലേക്ക് വിളിച്ചു വരുത്തിയായിരുന്നു പീഡനമെന്നാണ് അതിജീവിത പറയുന്നത്. വടകരയിലെ ഫ്ളാറ്റ് ആരുടേതാണെന്നും ഇന്നത്തെ വടകര MP-ക്ക് ഇതിൽ പങ്കുണ്ടോയെന്നും അന്വേഷിക്കണമെന്നും LDF UDF MLA-മാർ അംഗങ്ങളായ നിയമസഭാ എത്തിക്സ് കമ്മിറ്റിയുടെ തീരുമാനം എന്താണെന്ന് വ്യക്തമാക്കണമെന്നും പ്രശാന്ത് ശിവൻ ആവശ്യപ്പെട്ടു. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കട്ടെ. ഇതിലെ കഴിഞ്ഞ ദിവസം തന്നെ ഇതിനകത്ത് ഇദ്ദേഹം ഒളിവിൽ പോയ സമയത്ത് യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന ഭാരവാഹി പരസ്യമായി ഒന്ന് പ്രതികരിച്ചു. ഇദ്ദേഹത്തിനെതിരെ ഈ രാഹുലിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് യൂത്ത് കോൺഗ്രസിനകത്ത് തന്നെ പെട്ട വനിതാ പ്രവർത്തകരോട് രാഹുൽ മിസ്ബിഹേവ് ചെയ്തിട്ടുണ്ട് എന്ന് അവർ അന്നത്തെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന ഷാഫി പറമ്പിലിനോട് പരാതി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇന്നത്തെ നിലവിൽ വടകരയിലെ MP ആരാണ്? അപ്പൊ ഈ വടകര ഫ്ളാറ്റ് ആരുടേതാണ് എന്ന് പോലീസ് അന്വേഷിക്കട്ടെ. ആരൊക്കെയാണ് രാഹുലിനെ സംരക്ഷിച്ചത്, രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്ന് പറയുന്ന സമയത്തും ഈ പാലക്കാട്ടെ നഗരസഭാ കൗൺസിലർമാർ വിജയിച്ചതിന് ശേഷം ആരെ കാണാനാണ് ആദ്യം പോയത്? ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വേദിയിൽ താരശോഭ നിറഞ്ഞ് 10,000-ങ്ങളെ സാക്ഷി നിർത്തി ദേശീയ സരസ് മേളയ്ക്ക് നിറപ്പാകിട്ടാർന്ന സമാപനം. സരസ് മേളയെ വൻ വിജയമാക്കിയത് തൃത്താലയിലെ ജനങ്ങളാണെന്ന് മന്ത്രി MP രാജേഷ് പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സരസ് മേളയെ വൻ വിജയമാക്കിയത് തൃത്താലയിലെ ജനങ്ങളാണെന്ന് മന്ത്രി MP രാജേഷ് പറഞ്ഞു. ഫുഡ് കോർട്ട് വഴിയും ഉൽപ്പന്ന വിപണനം വഴിയും ആകെ 9,60,00,000 രൂപയുടെ വിറ്റുവരവുണ്ടായി. കുടുംബശ്രീ നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച പ്രസ്ഥാനമാണെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. അടുക്കളയിൽ നിന്നും സ്ത്രീകളെ അരങ്ങത്തെത്തിച്ചുകൊണ്ട് നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച പ്രസ്ഥാനമാണ് കുടുംബശ്രീ എന്ന് മന്ത്രി MP രാജേഷ് സരസ് മേളയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. കേരളത്തിലെ സ്ത്രീകളെ വീട്ടകങ്ങളിലും അടുക്കളകളിലും തളച്ചിട്ടിരുന്ന സ്ത്രീകളെ മറക്കുടയ്ക്കുള്ളിൽ മറച്ചുവെച്ചിരുന്ന കേരളത്തിലെ സ്ത്രീകളെ, ആ കേരളീയ സ്ത്രീത്വത്തെ ചങ്ങലക്കെട്ടുകൾ പൊട്ടിച്ചെറിഞ്ഞ് അരങ്ങത്തേക്ക് എത്തിക്കുന്നതിനുള്ള അനേകം സമരങ്ങൾ കേരളത്തിൽ നടന്നിട്ടുണ്ട്. നവോത്ഥാനത്തിന്റെ ഭാഗമായിട്ട് അനേകം സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന തൃത്താലയിൽ നിന്ന് വീട്ടി മുഴക്കിയ മുദ്രാവാക്യത്തെ
വി ടി ഭട്ടതിരിപ്പാട് മുഴക്കിയ ആഹ്വാനത്തെ സാക്ഷാത്കരിച്ചത് 27 വർഷം മുമ്പ് കുടുംബശ്രീ എന്ന ഈ മഹാപ്രസ്ഥാനം ഉണ്ടായപ്പോഴാണ് എന്നത് നമുക്ക് അഭിമാനത്തോടു കൂടി തന്നെ പറയാം. ഇന്ത്യൻ ഗ്രാമീണ സംരംഭങ്ങളുടെ തനിമയും സംസ്കാരവും നൃത്തസംഗീതവാദ്യങ്ങളും സമന്വയിപ്പിച്ച 13ാമത് കുടുംബശ്രീ ദേശീയ സരസ് മേളയ്ക്ക് ചാലശ്ശേരിയിൽ ചലച്ചിത്രതാരം മഞ്ജു വാര്യർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. കൊടിയിറങ്ങി. 2 ലക്ഷത്തിലേറെ പേർ സന്ദർശിച്ച സരസ് മേള ജനകീയ സരസ് മേള എന്ന ഖ്യാതിയും നേടിയാണ് പരിസമാപ്തി കുറിച്ചത്. പി മമ്മിക്കുട്ടി MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ കലക്ടർ MS മാധവിക്കുട്ടി സ്വാഗതം ആശംസിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സ്ത്രീ ശാക്തീകരണത്തിന്റെ കരുത്ത് തെളിയിച്ച 13ാമത് ദേശീയ സരസ് മേളയ്ക്ക് ഉജ്ജ്വല സമാപനം. 10 ദിനരാത്രങ്ങളായി നടന്ന സരസ് മേളയ്ക്ക് ഒഴുകിയെത്തിയത് ലക്ഷക്കണക്കിന് ആളുകളായിരുന്നു. മേളയിൽ ഫുഡ് കോർട്ട് വഴിയും ഉൽപ്പന്ന വിപണനം വഴിയും 9,60,00,000 രൂപയുടെ വിറ്റുവരവ് ഉണ്ടായി. ഇന്ത്യയിലെ ഗ്രാമീണ സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾ ഒരു കുടക്കീഴിൽ അണിനിരത്തിയ മേളയിൽ വിവിധ രുചിവൈവിധ്യം വിളമ്പിയ ഇന്ത്യൻ മെഗാ ഫുഡ് കോർട്ടായിരുന്നു മേളയിലെ മുഖ്യ ആകർഷണം. കേരളം ഉൾപ്പെടെ 28 സംസ്ഥാനങ്ങളിൽ നിന്നും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമായി 250 പ്രദർശന വിപണന സ്റ്റാളുകളും സജീവമായിരുന്നു. കരകൗശല വസ്തുക്കൾ, ആഭരണങ്ങൾ, തുണിത്തരങ്ങൾ, ഗൃഹോപകരണങ്ങൾ, നിത്യോപയോഗ സാധനങ്ങൾ തുടങ്ങി വിവിധ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനായി നിലയ്ക്കാത്ത ജനപ്രവാഹമായിരുന്നു. എല്ലാ ദിവസവും 3 വേദികളിലായി സാംസ്കാരിക പരിപാടികളും സെമിനാറുകളും മേളയിലെ മറ്റൊരു ആകർഷണമായിരുന്നു. കുടുംബശ്രീ കലാകാരികളുടെ പെൺപൊരുമ കലാപരിപാടികളും ജനഹൃദയങ്ങൾ കീഴടക്കി. വൈകുന്നേരങ്ങളിലെ വിവിധ സാംസ്കാരിക സമ്മേളനങ്ങളായി മന്ത്രിമാരും MLAമാരും പങ്കാളികളായി. മണ്ഡലത്തിലെ വിവിധ മേഖലയിൽ വൈദഗ്ധ്യം പുലർത്തിയവരെ ആദരിക്കുന്ന ആദരസന്ധ്യയും ഉണ്ടായിരുന്നു. മേളയ്ക്കനുബന്ധമായി ഫ്ലവർ ഷോ, അമ്യൂസ്മെൻറ്റ് പാർക്ക്, പെറ്റ് ഷോ, പുസ്തകമേള എന്നിവ കൗതുകമുണർത്തുന്നതായിരുന്നു. പ്രസിദ്ധ ചാലക്കുടിയുടെ പതി ഫോക്ക് ബാൻഡ്, ത്രയാദി മ്യൂസിക്കൽ, ഫ്യൂഷൻ, നവ്യനടനം, റിമി ടോമി ലൈവ് എന്നിവ വേദികളെ ഇളക്കിമറിച്ചു. പുഷ്പാവതി, ഡോക്ടർ RLV രാമകൃഷ്ണൻ സംഘം അവതരിപ്പിച്ച മോഹിനിയാട്ടം, ഗംഗാതരംഗം എന്നിവ കൊണ്ട് സമ്പന്നമായിരുന്നു സാംസ്കാരിക സദസ്സ്. ഷഹബാസ് അമൻ പാടുന്നു, ബിൻസിയും ഇമാമും അവതരിപ്പിച്ച സൂഫി മിസ്റ്റ് സംഗീതം ചാലിശ്ശേരിക്ക് നവ്യാനുഭവം പകർന്നു. സൂരജ് സന്തോഷ് ലൈവ്, സ്റ്റീഫൻ ദേവസി സോളിഡ് ബാൻഡ് ലൈവ്, സിത്താര കൃഷ്ണകുമാറിൻ്റെ മലബാറിക് പ്രോജക്റ്റ് എന്നിവ ആസ്വാദക ഹൃദയം കീഴടക്കി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ ഒരുക്കങ്ങൾ തൃശ്ശൂരിൽ അവസാന ഘട്ടത്തിൽ. വിജയികൾക്കുള്ള സ്വർണ്ണക്കപ്പിന് ജില്ലയിൽ ആവേശകരമായ സ്വീകരണമാണ് നൽകിയത്. 25 വേദികളിലായി 10,000 പ്രതിഭകളാണ് ഇത്തവണ മാറ്റുരയ്ക്കുക. ജില്ലാ അതിർത്തിയിൽ നിന്നും ആവേശത്തോടെ സ്വർണ്ണക്കപ്പ് സ്വീകരിച്ച വിദ്യാർത്ഥികൾ. ചാലക്കുടിയിൽ ആവേശകരമായ സ്വീകരണമാണ് സ്വർണ്ണക്കപ്പിന് നൽകിയത്. മാള, കൊടുങ്ങല്ലൂർ, ചേലക്കര റൂട്ടുകളിൽ പ്രയാണം അവസാനിപ്പിച്ച് നാളെ കപ്പ് കലോത്സവ നഗരിയിലെത്തും. കലോത്സവത്തിൻ്റെ പ്രധാന വേദി സംഘാടകർക്ക് കൈമാറിക്കഴിഞ്ഞു. മറ്റു വേദികളുടെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. 10 SIമാരുടെ കീഴിൽ 1200ഓളം പോലീസുകാരെയാണ് സുരക്ഷയ്ക്കായി ഒരുക്കിയിട്ടുള്ളത്. നഗരത്തിൽ സ്ത്രീ സൗഹൃദ ടാക്സികളും സർവീസ് നടത്തും. ഊട്ടുപുരയിൽ നാളെ വൈകിട്ട് മുതൽ ഭക്ഷണ വിതരണം തുടങ്ങും. പഴയിടം മോഹനൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ പാചകം ഇത്തവണയും കേമമാകും. 25,000-ലധികം പേർക്കാണ് ഭക്ഷണം ഒരുക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശ്ശൂർ. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ ഒരുക്കങ്ങൾ ഇന്നു മുതൽ ആരംഭിക്കും. കലോത്സവത്തിൻ്റെ തലേദിവസം രാത്രി മുതൽ ഭക്ഷണം വിളമ്പും. മന്ത്രി K. രാജൻ കലവറ സന്ദർശിച്ച ഒരുക്കങ്ങൾ വിലയിരുത്തി. ഇത്തവണയും പഴയിടത്തിൻ്റെ നേതൃത്വത്തിൽ വിഭവസമൃദ്ധമായ പാചകക്കൂട്ടാണ് തയ്യാറാക്കുന്നത്. സദ്യവട്ടങ്ങൾക്ക് ആവശ്യമായ പച്ചക്കറികൾ മുതൽ എല്ലാ ഒരുക്കങ്ങളിലേക്കും കലോത്സവ കലവറയിൽ എത്തിക്കഴിഞ്ഞു. 13 രാവിലെ മുതൽ കലവറ നിറയ്ക്കും. ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് പഴയിടം മോഹനൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ പാലുകാച്ചൽ ചടങ്ങ് പൂർത്തിയാക്കുന്നതോടെ സദ്യയ്ക്ക് വേണ്ട ഒരുക്കങ്ങൾ ആരംഭിക്കും. പച്ചക്കറികൾ അരിയലും അടുപ്പുകൂട്ടലും തുടങ്ങി കലവറ സജീവമാക്കാൻ മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രം. അധ്യാപക സംഘടനയുടെ മേൽനോട്ടത്തിലാണ് കലവറയും ഭക്ഷ്യപ്പുരയും പ്രവർത്തിക്കുന്നത്. 600-ലധികം വരുന്ന അധ്യാപകർ ഫുഡ് കമ്മിറ്റിയുടെ ഭാഗമായി പ്രവർത്തിക്കും. കലവറ ഒരുക്കത്തിന് മുന്നോടിയായി മന്ത്രി K. രാജൻ, മേയർ, കലക്ടർ ഉൾപ്പെടെയുള്ളവർ പാചകപ്പുര സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. 13-ാം തീയതി തലേന്ന് 3 മണിക്കാണ് പാലുകാച്ചൽ ചടങ്ങ് ഇതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നടത്തുക. സ്വാഭാവികമായിട്ടും നേരത്തെ നമ്മൾ കണ്ട എൻട്രൻസിലൂടെ കുട്ടികളെ പ്രവേശിപ്പിച്ച് ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ പിറകിലേക്ക് കുട്ടികൾക്ക് ഭക്ഷണം കഴിച്ച് പോകാൻ കഴിയുന്ന വിധത്തിലുള്ള സൗകര്യമാണ് ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് കുടിവെള്ളം എത്തിക്കുന്ന കാര്യം, കുടിവെള്ളം വിതരണം ചെയ്യുന്ന കാര്യമെല്ലാം നല്ലതുപോലെ ശ്രദ്ധിച്ചിട്ടുണ്ട്. കൈ കഴുകാനുള്ള സൗകര്യങ്ങൾ, ആവശ്യത്തിന് ടാപ്പുകളുണ്ട്. ഇലയിലാണ് ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കേണ്ടതെന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. ഇത് പ്രത്യേകിച്ചൊരു ഹരിത ചട്ടം കൂടി നോക്കി നടത്തുന്നൊരു കലോത്സവമാണെന്നുള്ളത് കൊണ്ട് ഇലയിൽ തന്നെ ഭക്ഷണം കൊടുക്കും. 4000 ആളുകൾക്ക് ഒരേ സമയം ഭക്ഷണം കഴിക്കാനും
5000 പേർക്ക് വരി നിൽക്കാനുമുള്ള പ്രത്യേക സൗകര്യവും ഭക്ഷണശാലയിൽ ഒരുക്കിയിട്ടുണ്ട്. രാവിലെ എല്ലാ ദിവസവും 10,000-ലധികം ആളുകൾക്ക് ഭക്ഷണം ക്രമീകരിക്കും. ഉച്ചയ്ക്ക് 20,000 ആളുകൾക്കുള്ള ഭക്ഷണവും തയ്യാറാക്കും. ഭക്ഷ്യപ്പുര കുറ്റമറ്റ രീതിയിൽ വിപുലമായി പ്രവർത്തിക്കുമെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. അതിനിടെ മത്സരങ്ങൾ നീണ്ടുപോയാലും എല്ലാ കുട്ടികൾക്കും വേണ്ടി രാത്രി 1 മണിവരെ കലവറ പ്രവർത്തിക്കുമെന്ന് സംഘാടകരും അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷന് സമീപം ട്രെയിനിൽ നിന്നും വീണ് ആന്ധ്രാപ്രദേശ് സ്വദേശിനി മരിച്ചു. മംഗലാപുരം തിരുവനന്തപുരം എക്സ്പ്രസിൽ യാത്ര ചെയ്തിരുന്ന ആന്ധ്രാപ്രദേശിലെ ചിറ്റൂർ-നെല്ലൂർ സ്വദേശിനി 45 വയസ്സുള്ള വജ്രാല പറവിലാണ് മരണപ്പെട്ടത്. വടക്കാഞ്ചേരി പഴയ റെയിൽവേ ക്രോസിന് സമീപമായിരുന്നു നാടിന് നടുക്കിയ അപകടം നടന്നത്. തീവണ്ടിയിൽ നിന്നും തെറിച്ചു വീണ വജ്രാല പർവീൻ്റെ ശരീരത്തിലൂടെ ട്രെയിൻ കയറുകയായിരുന്നു. ചിറ്റൂർ ഇന്ദിരാനഗർ കോളനിയിലെ റെഡ്ഡി ബാബുവിൻ്റെ ഭാര്യയാണ് മരിച്ച പർവീണ. അപകട സമയത്ത് ഇവരോടൊപ്പം ഉണ്ടായിരുന്ന മറ്റു സ്ത്രീ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലെത്തി വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ട്. സ്ഥലത്തെത്തിയ വടക്കാഞ്ചേരി പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. അപകടത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പോലീസ് ശേഖരിച്ചു വരികയാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പുളി പറിക്കാൻ മരത്തിൽ കയറിയ ആൾ മരത്തിൽ നിന്ന് വീണ് ചികിത്സയിലേക്ക് മരണപ്പെട്ടു. ശ്രീകൃഷ്ണപുരം കരിമ്പുഴ വടക്കംപുറം കോളനി വേലായുധൻ ജാനകി ദമ്പതികളുടെ മകൻ 41 വയസ്സുള്ള സുരേഷാണ് മരിച്ചത്. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷന് സമീപം ട്രെയിനിൽ നിന്നും വീണ യുവാവിന് ഗുരുതരമായി പരിക്കേറ്റു. കണ്ണൂർ സ്വദേശിയായ 25 വയസ്സുള്ള വിനായകനാണ് പരിക്കേറ്റത്. റെയിൽവേ പോയിന്റ്മാൻ രാഹുൽ ശബ്ദം കേട്ട ചെന്ന് പരിശോധിച്ചപ്പോഴാണ് യുവാവ് ട്രാക്കിന് സമീപം പരിക്കേറ്റ് കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. അപകടത്തിൽ യുവാവിൻ്റെ ഇടത് കൈത്തോടിൻ്റെ താഴെ വെച്ച് അറ്റുപോയിരുന്നു. കൂടാതെ തലയ്ക്കും കാലിനും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഉടൻ തന്നെ 108 ആംബുലൻസ് വിളിച്ചു വരുത്തി യുവാവിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകട സ്ഥലത്ത് യുവാവിൻ്റെ അറ്റുപോയ കൈ കണ്ടെത്താൻ വടക്കാഞ്ചേരി പോലീസും പ്രദേശത്തെ ഓട്ടോ ഡ്രൈവർമാരും ചേർന്ന് നടത്തിയ തിരച്ചിലിനൊടുവിൽ കൈ കണ്ടെത്തുകയും ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. നിലവിൽ മെഡിക്കൽ കോളേജിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സ കഴിയുന്ന യുവാവിന് ഇടയ്ക്ക് ബോധം വരുന്നുണ്ട്. വടക്കാഞ്ചേരി പോലീസ് സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തിവരികയാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മുള്ളൂർക്കരയിൽ ട്രാവലറും കാറും തമ്മിൽ കൂട്ടിയിടിച്ച് ഇലക്ട്രിക് പോസ്റ്റ് തകർന്നു. വാഹനയാത്രക്കാർക്ക് കാര്യമായ പരിക്കുകളില്ല. കാർ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമെന്നാണ് കരുതുന്നത്. വാഹനങ്ങൾക്ക് കേടുപാടുകൾ പറ്റിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വാഹനപൂജ കഴിഞ്ഞ കാർ നിയന്ത്രണം വിട്ടിടിച്ച് നടപ്പുരയുടെ ഗേറ്റ് തകർന്നു. കിഴക്കേ നടപ്പുരയുടെ ഗേറ്റാണ് തകർന്നത്. കോഴിക്കോട് സ്വദേശികൾ പുതിയ കാർ വാങ്ങി പൂജിക്കാനെത്തിയതാണ്. പൂജ കഴിഞ്ഞ് കാർ സ്റ്റാർട്ട് ചെയ്തതോടെ നിയന്ത്രണം വിട്ട് 10 മീറ്ററോളം കുതിച്ച് ഗേറ്റിലിടിക്കുകയായിരുന്നു. കാറിൻ്റെ മുൻവശത്ത് ചെറിയ കേടുപാട് പറ്റി. ഗേറ്റ് ശരിയാക്കി നൽകാമെന്ന ഉറപ്പിൽ കാർ കൊണ്ടുപോയി. ഞായറാഴ്ചയായിരുന്നു സംഭവം. ഞായറാഴ്ചയായതിനാൽ വാഹനപൂജയ്ക്ക് രാവിലെ മുതലേ വലിയ തിരക്കുണ്ടായിരുന്നു. 100ഓളം വാഹനങ്ങളാണ് പൂജിക്കാനെത്തിയത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂർ ചാവക്കാട് കടപ്പുറം അഞ്ചങ്ങാടിയിൽ ബസ് തടഞ്ഞ യുവാക്കളുടെ മർദ്ദനം. കുന്നംകുളം ചാവക്കാട് അഞ്ചങ്ങാടി റൂട്ടിൽ സർവീസ് നടത്തുന്ന ഷോണി ബസ്സിലെ കണ്ടക്ടറെയും ഡ്രൈവറെയുമാണ് യുവാക്കൾ മർദ്ദിച്ചത്. സംഭവത്തിൻ്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ബസ് ഡ്രൈവർ ചാവക്കാട് സ്വദേശി 36 വയസ്സുള്ള സേതു, കണ്ടക്ടർ എൻതുരത്ത് സ്വദേശി 46 വയസ്സുള്ള ലോറൻ എന്നിവർക്കാണ് മർദ്ദനത്തിൽ പരിക്കേറ്റത്. അഞ്ചങ്ങാടി സ്റ്റോപ്പ് എത്തുന്നതിന് മുമ്പ് യുവാക്കൾ വാഹനം തടഞ്ഞു. തുടർന്ന് യുവാക്കൾ ബസ്സിൽ കയറി അസഭ്യം വിളിച്ച് കണ്ടക്ടറെയും ഡ്രൈവറെയും മർദ്ദിക്കുകയായിരുന്നു. ചാവക്കാട് പോലീസ് കേസെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ചാവക്കാട് എടക്കഴിയൂർ നേർച്ചക്കടയിൽ യുവാക്കൾ തമ്മിൽ കയ്യാങ്കളി. വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ പോലീസ് ലാത്തി വീശിയതോടെ നേർച്ച കാണാനെത്തിയവർ ചിതറിയോടി. ഞായറാഴ്ചയായിരുന്നു സംഭവം നടന്നത്. പോലീസ് ലാത്തിയടിയിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഷൊർണൂർ മുനിസിപ്പാലിറ്റി 1-ാം വാർഡ് കണയം കൈനിപ്പാലം മുതൽ ശ്രീകുറുമ്പക്കാവ് ക്ഷേത്രം വരെയുള്ള റോഡിൻ്റെ റീടാറിങ്ങിൽ വൻ അഴിമതിയെന്ന് BJP. 20 ലക്ഷം രൂപ ചെലവഴിച്ച അറ്റകുറ്റപ്പണികൾ നടത്തിയ റോഡിലൂടെ ഭയാശങ്കയോടെയാണ് ജനങ്ങൾ വാഹനം ഓടിക്കുന്നതെന്നും പ്രവർത്തകർ ആരോപിച്ചു. വർഷങ്ങളായി വാർഡ് സഭകളിൽ നിരന്തരം ഉന്നയിക്കുന്ന റോഡിൻ്റെ അറ്റകുറ്റപ്പണികൾ തീർത്ത് 3 ദിവസം മുൻപാണ് ജനങ്ങൾക്കായി പാത തുറന്നുകൊടുത്തത്. 20 ലക്ഷം രൂപ ചെലവഴിച്ച് ചെയ്ത റോഡിലൂടെ ഭയാശങ്കയോടുകൂടിയാണ് ജനങ്ങൾ വാഹനം ഓടിക്കുന്നത്. ജനദ്രോഹപരമായ ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും കരാറുകാരൻ്റെ ലൈസൻസ് റദ്ദാക്കണമെന്നും പ്രവർത്തകർ ആവശ്യപ്പെട്ടു. കേടുവന്ന റോഡുകൾ എത്രയും പെട്ടെന്ന് തന്നെ ഗുണനിലവാരത്തോടുകൂടി ശരിപ്പെടുത്തണമെന്നും അല്ലാത്തപക്ഷം വലിയ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് BJP പ്രവർത്തകർ അറിയിച്ചു. നമ്മുടെ ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിലെ
ഒന്നാം വാർഡിലെ റോഡ് ടാറിങ്ങിൻ്റെ ഗുണനിലവാരമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. റോഡ് ടാർ ചെയ്ത് ജനങ്ങൾക്കായി ഗതാഗത യോഗ്യമാക്കി തുറന്നു കൊടുത്തു. 20 ലക്ഷം രൂപ ചെലവഴിച്ച് നേരെയാക്കിയ റോഡിൻ്റെ അവസ്ഥ ഇന്നത്തെ അവസ്ഥയാണിത്. 2 ദിവസത്തിന് ശേഷം കാണുന്ന അവസ്ഥയാണിത്. ഇത്തരത്തിലാണ് റോഡിൻ്റെ ടാറിങ് പല സ്ഥലങ്ങളിലും ഉള്ളത് എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിച്ചത്. ഇതൊരു പകൽക്കൊള്ള എന്ന രീതിയിലാണ്, ഇതൊക്കെ ഈ പുല്ലുവായ മടക്കുന്ന രീതിയിലാണ് ഈ ടാറൊക്കെ എടുക്കാൻ സാധിക്കുന്നത്. കണ്ടോ, ഇത്തരത്തിൽ അടർന്ന് പോരുന്ന രീതിയിലാണ് പണി നടത്തിയിരിക്കുന്നത്. ജനങ്ങൾ നടക്കുമ്പോൾ തന്നെ വീഴുന്ന ഒരു അവസ്ഥയാണ്. ഒരു ബൈക്ക് സ്റ്റാൻഡിട്ട് റോഡിന് നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബൈക്ക് മറിഞ്ഞു വീഴുന്നു. ന്യൂസ് സെന്റർ ഷൊർണൂർ. വീതി കുറവും കൈവരി തകർന്നതും പെരുംകുളങ്ങര കനാൽ പാലത്തിൽ അപകടം പതിയിരിക്കുന്നു. ദിവസേന സ്കൂൾ വാഹനങ്ങളടക്കം 100 കണക്കിന് വാഹനങ്ങൾ ഗതാഗതം നടത്തുന്ന റോഡാണിത്. നിരവധി തവണ പരാതി ഉന്നയിച്ചിട്ടും ബന്ധപ്പെട്ട അധികൃതർ യാതൊരു നടപടിയും എടുത്തുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. പൊതുവെ വീതി കുറവും പതിറ്റാണ്ടുകളായി കൈവരികൾ തകർന്നു കിടക്കുന്നതുമായ പെരുംകുളങ്ങര ചേന്നങ്കോട് റോഡിലെ സഹകരണ ബാങ്കിന് സമീപമുള്ള കനാൽ പാലം അപകട സാധ്യതയുള്ളതായി പരാതി. ഒരു വാഹനത്തിന് കഷ്ടിച്ചു കടന്നുപോകാൻ മാത്രം വീതിയുള്ള കനാൽ പാലത്തിന്റെ ഇരുവശങ്ങളിലും ഇരുമ്പ് തൂണിൽ സ്ഥാപിച്ചിരുന്ന കൈവരികൾ തകർന്നിട്ട് പതിറ്റാണ്ടുകളായി. വാഹനം അല്പം തെറ്റിയാൽ 20 അടിയോളം താഴ്ചയുള്ള കനാലിലേക്ക് വീഴും. ദിനേന സ്കൂൾ വാഹനങ്ങളടക്കം 100 കണക്കിന് വാഹനങ്ങൾ ഓട്ടം നടത്തുന്നതും ബസ് റൂട്ടടക്കമുള്ള റോഡാണിത്. പൊതുവെ കാലപ്പഴക്കമുള്ള പാലത്തിന്റെ കൈവരികൾ തകർന്നിട്ട് പതിറ്റാണ്ടുകളായി. നിരവധി തവണ നാട്ടുകാർ പരാതിപ്പെട്ടിട്ടും ബന്ധപ്പെട്ട അധികൃതർ ഗൗനിക്കുന്നില്ലെന്നാണ് വ്യാപകമായ പരാതി. എന്തെങ്കിലും അപകടം സംഭവിച്ച ശേഷം മുറവിളി കൂട്ടുന്നതിന് പകരം അപകട സാധ്യത ഒഴിവാക്കാൻ അടിയന്തര ശ്രദ്ധയും നടപടിയും വേണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഷൊർണൂർ നഗരസഭയിൽ സ്ഥിരം സമിതി അധ്യക്ഷന്മാരെ തെരഞ്ഞെടുത്തു. തിങ്കളാഴ്ചയാണ് 5 സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലേക്കുള്ള അധ്യക്ഷന്മാരെ തെരഞ്ഞെടുത്തത്. ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ നഗരസഭാ വൈസ് ചെയർമാൻ അനുരാജ് തന്നെയാണ്. ഷൊർണൂർ നഗരസഭയിൽ 2025-2030 വരെയുള്ള ഭരണസമിതിയിൽ പുതിയ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായി. തിങ്കളാഴ്ച റിട്ടേണിംഗ് ഓഫീസർ സിജു തോമസിൻ്റെ സാന്നിധ്യത്തിലാണ് വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലേക്കുള്ള അധ്യക്ഷന്മാരെ തെരഞ്ഞെടുത്തത്. 5 സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ അധ്യക്ഷന്മാർ CPM-ന് ലഭിച്ചപ്പോൾ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ BJP-യിലെ സിനി മനോജിനാണ് ലഭിച്ചത്. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷയായി CK സൗമ്യയും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷയായി VC സിന്ധുവും ആരോഗ്യ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷയായി C സന്ധ്യയും പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി C രവീന്ദ്രനും വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷയായി സിനി മനോജുമാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇതിൽ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് മാത്രമാണ് വോട്ടെടുപ്പ് വേണ്ടിവന്നത്. മത്സരിക്കാൻ 2 പേർ നോമിനേഷൻ നൽകിയതിനാൽ C രവീന്ദ്രനും K കൃഷ്ണകുമാറും മത്സരരംഗത്തുണ്ടായിരുന്നു. 3 വോട്ടുകൾ ലഭിച്ച C രവീന്ദ്രൻ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടു. ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നഗരസഭാ വൈസ് ചെയർമാൻ അനുരാജ് തന്നെയാണ്. ന്യൂസ് സെന്റർ ഷൊർണൂർ. വാരണാസി അറബി കലാസമിതി ഗ്രന്ഥശാലയുടെ ജനുവരി 25-26 തീയതികളായി നടക്കുന്ന വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി അറബിയിൽ വയോജനോത്സവം സംഘടിപ്പിച്ചു. ചടങ്ങിൽ 70-ൽ അധികം പ്രായമുള്ള കർഷകരെയും തൊഴിലാളികളെയും ആദരിച്ചു. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെയൊക്കെ തന്നെ വീടിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന ആളുകളെ അവരുടെ സംരക്ഷണം ഏറ്റെടുത്ത് കൊണ്ട് മുന്നോട്ട് പോവുക എന്ന് തന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഫലമായി കൊണ്ട് തന്നെയാണ് ഓങ്ങല്ലൂർ പഞ്ചായത്തും കഴിഞ്ഞ വർഷങ്ങളിൽ വയോജന സൗഹൃദ ക്ലബ്ബുകൾ എല്ലാ വാർഡിലും രൂപീകരിക്കണമെന്ന് തീരുമാനിച്ചത്. ഒരു ആയുഷ്കാലം മുഴുവൻ നാടിനെ ഊട്ടുവാൻ പറമ്പിലും പാടത്തും പണിയെടുത്ത് ജീവിതത്തിൻ്റെ സായാഹ്നത്തിലെത്തി നിൽക്കുന്ന മുതിർന്ന പൗരന്മാരെ നാടിൻ്റെ സ്നേഹാദരം അറിയിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വയോജനോത്സവം സംഘടിപ്പിച്ചത്. മുതിർന്നവർക്ക് അവരുടെ അനുഭവം പങ്കുവയ്ക്കുവാനും വീടുകളിൽ ഒതുങ്ങി നിൽക്കുന്നവരെ കാണാനും ഇടപഴകാനും ഒരു അവസരമായി മാറി വയോജനോത്സവം. KM വാസുദേവൻ മാസ്റ്റർ, പട്ടാമ്പി താലൂക്ക് ജോയിന്റ് ലൈബ്രറി കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി O രാജൻ മാസ്റ്റർ എന്നിവർ മുതിർന്ന പൗരന്മാരുമായി സംവദിച്ചു. അറബി ഗ്രന്ഥശാല എക്സിക്യൂട്ടീവ് അംഗം V ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ സ്വാഗതവും ഗ്രന്ഥശാല പ്രസിഡന്റ് CP രാമൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് സെന്റർ ഷൊർണൂർ. ഷൊർണൂർ NSS കരയോഗത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പൊതുയോഗം നടന്നു. NSS ഡയറക്ടർ ബോർഡ് മെമ്പറും കരയോഗം പ്രസിഡന്റുമായ P നാരായണൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ സെക്രട്ടറി KB ജയചന്ദ്രൻ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾക്ക് നേതൃത്വം നൽകി. CN ഭവദാസൻ ഉണ്ണി, A വിജയൻ, KP രാധാകൃഷ്ണൻ, M രാമേന്ദ്രൻ, ലേഖ രമേശ്, ഭാരതി വിജയൻ, ശശികുമാർ, PM സേതുമാധവൻ എന്നിവർ സംസാരിച്ചു. വാണിയംകുളം ചോറോട്ടൂർ പ്രദേശത്ത് അടൽ സേവ ജനസേവന കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു. BJP പാലക്കാട് മേഖലാ സെക്രട്ടറി AP പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. തെക്കുംകോട് 9-ാം വാർഡ് ഇപ്പോൾ നിലവിലുള്ള 10-ാം വാർഡിൽ ഒരു സേവന കേന്ദ്രം തുടങ്ങിയ പോലെ
എന്തുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു സേവന കേന്ദ്രം തുടങ്ങിക്കൂടാ എന്ന ചർച്ച ആദ്യ ദിവസം വരികയും ഇലക്ഷന് മുമ്പ് തന്നെ ഇത് ആരംഭിക്കണമെന്നായിരുന്നു എല്ലാവരുടെയും ചർച്ച ഉണ്ടായി. പക്ഷെ അതിപ്പോൾ നമ്മളെല്ലാവരും എടുത്തൊരു തീരുമാനം, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം എന്ത് റിസൾട്ട് വന്നാലും ഈ നാടിന് വേണ്ടി സേവനത്തിൻ്റെ ഒരു ഭാഗമായി ഈ ഒരു സേവന കേന്ദ്രം ആരംഭിക്കണമെന്ന് നമ്മൾ തീരുമാനിക്കുകയും ഭാരതീയ ജനതാ പാർട്ടിയുടെ ഈ രാജ്യത്തിൻ്റെ വികസന കാഴ്ചപ്പാടുകൂടി നേതൃത്വം കൊടുത്ത അടൽ ബിഹാരി വാജ്പേയി എന്ന നമ്മുടെ അടൽജിയുടെ പേരിൽ തന്നെ ഈ സ്ഥാപനം തുടങ്ങുവാനുള്ള കാരണം രാജ്യത്ത് ഏറ്റവും കൂടുതൽ വികസനത്തിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒട്ടനവധി പദ്ധതികൾക്ക് ആസൂത്രണം ചെയ്തൊരു വ്യക്തിത്വമാണ് നമ്മുടെ പ്രധാനമന്ത്രി. പി വിജയരാഘവൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പി കൃഷ്ണപ്രസാദ് അധ്യക്ഷനായി, BMS ജില്ലാ സെക്രട്ടറി പി ശശികുമാർ, CV രവീന്ദ്രൻ, M മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. ബാലസംഘം വള്ളത്തോൾ നഗർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെല്ലപ്പൻ മാസ്റ്ററെ ഓർമ്മ ദിനം സംഘടിപ്പിച്ചു. ബാലസംഘം സംസ്ഥാന സെക്രട്ടറി DS സന്ദീപ് ഉദ്ഘാടനം ചെയ്തു. എന്തായാലും ഈ ഫോട്ടോയിൽ കാണുന്ന ഒരു മാഷിനെ നിങ്ങൾ കണ്ടില്ലേ? മാഷിനെ ഞാൻ തിരുവനന്തപുരത്ത് വെച്ച് 1-2 ക്യാമ്പിൽ കണ്ടിട്ടുണ്ട്. ക്യാമ്പിൽ കാണുമ്പോൾ മാഷിൻ്റെതായ ഒരു ശൈലിയുണ്ട്, വളരെ വ്യത്യസ്തമായൊരു ശൈലിയാണ്. നമ്മളെയൊന്നും പോലെയല്ല, എന്നെയൊന്നും പോലെയല്ല. വളരെ വ്യത്യസ്തമായ ശൈലിയിലുള്ള ആളുകളെ നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കൂല അല്ലേ? നമ്മുടെ സ്കൂളിലെ ഏറ്റവും മോശപ്പെട്ട അധ്യാപികയും നല്ല അധ്യാപകരും, എല്ലാ കൂട്ടത്തിലും നല്ലവരും ചീത്തവരും ഒക്കെ ഉണ്ട് അല്ലേ? നല്ലവരെയും ചീത്ത ആളുകളെയും നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കും. ഏരിയ ജോയിന്റ് സെക്രട്ടറി അർച്ചന ശശി അധ്യക്ഷത വഹിച്ചു. ബാലസംഘം സംസ്ഥാന പ്രസിഡന്റ് പ്രവിശ്യ പ്രമോദ്, ജോയിന്റ് സെക്രട്ടറി മുഹമ്മദ് അഷറഫ്, തൃശൂർ ജില്ലാ കോർഡിനേറ്റർ നൗമി പ്രസാദ്, ജോയിന്റ് സെക്രട്ടറി ഫാത്തിമ സനം, തൃശൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ബുഷറ ടീച്ചർ, വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത ഹരി, സംസ്കൃതി സെക്രട്ടറി PR ബാബു, പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP അനിൽ, ഏരിയ സെക്രട്ടറി അനിൽ ജയസൂര്യ, ഏരിയ കൺവീനർ ഹക്കിം ആറ്റൂർ, കോർഡിനേറ്റർ രാധിക മോഹൻദാസ്, ജോയിന്റ് കൺവീനർ യൂസഫ് മാസ്റ്റർ, MN അൻവർ, അഞ്ജലി സുരേഷ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. യൂത്ത് കോൺഗ്രസ് കോങ്ങാട് മൂച്ചിരി യൂണിറ്റിൻ്റെയും ട്രിനിറ്റി കണ്ണാശുപത്രിയുടെയും സഹകരണത്തോടെ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് KS ജയഘോഷ് ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പിൽ രജിസ്റ്റർ ചെയ്ത 150-ൽ പരം ആളുകളുടെ നേത്രപരിശോധന നടത്തി. 200 പേർക്ക് സൗജന്യ തിമിര ശസ്ത്രക്രിയ നടത്തുമെന്ന് അധികൃതർ അറിയിച്ചു. കാഴ്ച പരിമിതിയുള്ള നിരവധി പേർക്ക് കണ്ണടയും സൗജന്യ ചികിത്സയും നിർദ്ദേശിച്ചു. ക്യാമ്പിന്റെ ഉദ്ഘാടനം യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് KS ജയഘോഷ് നിർവഹിച്ചു. യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സമരമാവേണ്ടിടത്ത് സമരവും സാന്ത്വനമേകേണ്ടിടത്ത് സാന്ത്വനവുമായി ഈ ജില്ലയിലും ഈ സംസ്ഥാനത്തും എല്ലാ കാലത്തും നിന്നിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നാട്ടിലെ സാധാരണക്കാർക്കുള്ള ആരോഗ്യ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിന് വേണ്ടി, അവരുടെ കാഴ്ച പരിമിതികൾക്ക് പരിഹാരമുണ്ടാക്കുന്നതിന് വേണ്ടിയാണ് മുച്ചേരിയിലെ യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ പാലക്കാട് ട്രിനിറ്റി ഹോസ്പിറ്റലുമായി സഹകരിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു മെഡിക്കൽ ക്യാമ്പ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. വളരെ അഭിനന്ദനാർഹമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്കാണ് കഴിഞ്ഞ കുറേ നാളുകളായി ഈ മുച്ചേരി പ്രദേശത്തും കോങ്ങാട് മണ്ഡലത്തിനകത്തും യൂത്ത് കോൺഗ്രസ് നേതൃത്വം കൊടുത്ത് മുന്നോട്ട് പോകുന്നത്. വരുന്ന നാളുകളിൽ ഇത്തരത്തിൽ വ്യത്യസ്തതയാർന്ന സംഘടനാ പ്രവർത്തനങ്ങളുമായി നിങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായി മുന്നോട്ട് പോകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് DCC മെമ്പർ CN ശിവദാസൻ, പഞ്ചായത്ത് മെമ്പർ CK ഹരിദാസ്, മണ്ഡലം പ്രസിഡന്റ് TU മുരളീകൃഷ്ണൻ, NS അസീസ്, സുഹ്ര റഷീദ്, റസീന, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് TC സന്തോഷ്, മണ്ഡലം സെക്രട്ടറി UJ ഹരിഗോവിന്ദൻ, KR മനു പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷൊർണൂർ സെന്റ് ആഗ്നസ് ദേവാലയത്തിൽ വിശുദ്ധ ആഗ്നസിൻ്റെയും വിശുദ്ധ സെബാസ്റ്റ്യോനസിൻ്റെയും തിരുനാൾ ആഘോഷത്തിൻ്റെ ഭാഗമായി ഇടവക ദിനാചരണവും ഭക്തസംഘടനകളുടെ വാർഷികവും നടന്നു. മാർ പീറ്റർ കൊച്ചുപുരയ്ക്കലിൻ്റെ കൊടിയേറ്റത്തോടു കൂടിയായിരുന്നു ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചത്. തുടർന്ന് സ്വാഗതഗാനത്തോടെ ഭക്തസംഘടനകളുടെ വാർഷികാഘോഷ പരിപാടികൾക്കും തുടക്കം കുറിച്ചു. സത്യസ്വരൂപാ പരിപാലക തവ ശരണം ശരണം ജ്യോതിപ്രദായക ജഗദീശ്വര തവ ശരണം ശരണം ജീവദായക പ്രഭുവരണി. ഇടവകയിലെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. 18 ഞായറാഴ്ച തിരുനാൾ ദിനത്തിലും വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. 19 തിരുനാൾ സമാപിക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലക്കാട്ടെ ജനങ്ങളെയും കേരളത്തിലെ സ്ത്രീ സമൂഹത്തെയും വഞ്ചിച്ച കോൺഗ്രസ് സമൂഹത്തോട് മാപ്പ് പറയണമെന്ന് BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ.
അതിജീവിതയെ വടകര ഫ്ളാറ്റിലേക്ക് വിളിച്ചു വരുത്തി പീഡനമുണ്ടാക്കിയതിന് പിന്നിൽ വടകര MP-ക്ക് പങ്കുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നും പ്രശാന്ത് ശിവൻ. രാഹുൽ വിഷയത്തിൽ എത്തിക്സ് കമ്മിറ്റിയുടെ നിലപാട് വ്യക്തമാക്കണമെന്നും BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ്. സ്ത്രീ ശാക്തീകരണത്തിന്റെ കരുത്ത് തെളിയിച്ച് 13ാമത് ദേശീയ സരസ് മേളയ്ക്ക് ഉജ്ജ്വല സമാപനം. 10 ദിനരാത്രങ്ങളായി നടന്ന സരസ് മേളയ്ക്ക് ഒഴുകിയെത്തിയത് പതിനായിരങ്ങൾ. മേളയിൽ ഫുഡ് കോർട്ട് വഴിയും ഉൽപ്പന്ന വിപണനം വഴിയും ലഭിച്ചത് 9,60 ലക്ഷം രൂപ. സരസ് മേളയെ വൻ വിജയമാക്കിയത് തൃത്താലയിലെ ജനങ്ങളെന്ന് മന്ത്രി MB രാജേഷ്. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. വിജയികൾക്കുള്ള സ്വർണ്ണക്കപ്പിന് തൃശൂർ ജില്ലയിൽ ആവേശോജ്വലമായ വരവേൽപ്പ്. 25 വേദികളിലായി ആയിരക്കണക്കിന് പ്രതിഭകൾ മാറ്റുരയ്ക്കും. കലോത്സവത്തിന്റെ കലവറ നിറയ്ക്കൽ പൂർത്തീകരിച്ചു. വിഭവസമൃദ്ധമായ സദ്യ വിളമ്പാൻ ഇക്കുറിയും പഴയിടം തന്നെ. സ്ഥിതിഗതികൾ വിലയിരുത്തി മന്ത്രി K രാജൻ. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷന് സമീപം ട്രെയിനിൽ നിന്ന് വീണ് ആന്ധ്രാപ്രദേശ് സ്വദേശിനി മരിച്ചു. കോട്ടായിൽ പുളിപറയ്ക്കാൻ കയറിയ ആൾ മരത്തിൽ നിന്ന് വീണ് ചികിത്സയിലിരിക്കെ മരണപ്പെട്ടു. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷന് സമീപം ട്രെയിനിൽ നിന്നും വീണ യുവാവിന് ഗുരുതര പരിക്ക്. മുള്ളൂർക്കരയിൽ ട്രാവലറും കാറും കൂട്ടിയിടിച്ച് ഇലക്ട്രിക് പോസ്റ്റ് തകർന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വാഹനപൂജ കഴിഞ്ഞ കാർ നിയന്ത്രണം വിട്ടയിടിച്ച് നടപ്പുരയുടെ ഗേറ്റ് തകർന്നു. തൃശൂർ ചാവക്കാട് കടപ്പുറം അഞ്ചങ്ങാടിയിൽ ബസ് തടഞ്ഞ് കണ്ടക്ടർക്കും ഡ്രൈവർക്കും യുവാക്കളുടെ മർദ്ദനം. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. ചാവക്കാട് എടക്കഴിയൂർ നേർച്ചയ്ക്കിടയിൽ യുവാക്കൾ തമ്മിൽ കയ്യാങ്കളി. പോലീസ് ലാത്തിചാർജിൽ നിരവധി പേർക്ക് പരിക്ക്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി.